ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് നമുക്ക് അരി ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ചപ്പാത്തി, അതും ഗോതമ്പ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ്. തുടക്കക്കാർക്ക് പോലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ വീഡിയോ ഒന്ന് നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോഴാണ് ഞാൻ എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഈ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലും കൂടെ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെ കൈ തൊടാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് എങ്ങനെ മാവ് കുഴച്ചെടുക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുള്ള മാവ് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ബൗൾ മാവാണ്, ആട്ടമാവാണ് എടുത്തിരിക്കുന്നത്. അത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആട്ടപ്പൊടിക്ക് ചേർക്കുന്ന വെള്ളം ആ ഒരു മാവിൻ്റെ അളവനുസരിച്ച് മാറും. അതുപോലെ തന്നെ ഓരോ മാവും വ്യത്യസ്ത രീതിക്കാണ് ആ ഒരു വെള്ളം നമ്മൾ കുഴച്ച് കൊടുക്കുമ്പോൾ ഒഴിക്കാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒരു വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റില്ല. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് വെള്ളം കുറച്ചായിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു മിക്സിയിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഈ ഒരു ഭാഗത്തേക്ക് പൾസ് മോഡിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു 5 ടൈം പൾസ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുഴഞ്ഞു കിട്ടും കേട്ടോ. നമ്മൾ കൈകൊണ്ട് കഴിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ചെയ്യാട്ടോ. മാവിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളമാണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എന്നുള്ള രീതികളൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതിയാകും. വെള്ളം, അതുപോലെ തന്നെ ഉപ്പ്, ഇതൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രം, നിങ്ങൾക്കറിയാമല്ലോ, മാവ് കുഴയ്ക്കുന്നവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് ആ ഒരു മാവ്, നമുക്കിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അളവ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഓരോ മാവും എടുക്കുന്ന ആ ഒരു വെള്ളം, നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ പറയുന്നില്ല. വെറും 5 പൾസ് നിങ്ങൾ കൊടുത്താൽ മാത്രം മതിയാവും. മാവ് നല്ല രീതിക്ക് നമുക്കിത് ഇതുപോലെ കുഴച്ച് കിട്ടും. ഞാനിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് നമുക്ക് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരേടിക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കുറച്ചായിട്ട് നിങ്ങൾ 5 പൾസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും ഇനി എത്ര വെള്ളം വേണം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് നമുക്ക് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഓയിലൊക്കെ യൂസ് ചെയ്താൽ ആ ഒരു കവർ നമ്മുടെ സാധാരണഗതിയിൽ കളയാറാണ് പതിവ്. ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമുക്ക് ആ ഒരു കവർ കൊണ്ട് നല്ലൊരു യൂസ് ഉണ്ട്. നമ്മളിതുപോലെ ഫ്രിഡ്ജിലൊക്കെ മാവ് വെക്കുന്നവരാണെങ്കിൽ 2 ദിവസത്തിലൊരിക്കലൊക്കെ നമ്മൾ ചിലപ്പോൾ മാവൊക്കെ കുഴയ്ക്കാറുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് മാവ് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ച പോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. നമ്മളിതുപോലെ ഒരുപാട് മാവൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓയിൽ കവറിനകത്തോട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് ഉണ്ടാവും കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഒരു ചില മാവുകളൊക്കെ ഒരുമാതിരി ഹാർഡാവും നമ്മൾ അടുത്ത ടൈം എടുക്കുന്ന സമയത്ത്, മാവ് കുഴയ്ക്കുന്ന സമയത്ത്. അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവാൻ ഇതുപോലെ ഓയിൽ കവറൊക്കെ നിങ്ങൾ വലിച്ചെറിയാണ്ട് ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞ് നിങ്ങൾ മാവ് എടുക്കുകയാണെങ്കിൽ, സാധാരണഗതിയിൽ ഒരു 2 ദിവസത്തേക്കൊക്കെ നമ്മൾ മാവ് കുഴച്ച് വെക്കാറുണ്ട്. ആ 2ാമത്തെ ദിവസം നമ്മൾ ആ മാവ് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാർഡായിരിക്കും നമ്മളത് പരത്തിയെടുക്കുമ്പോൾ. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾ ഈ ഒരു കവർ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് മാവ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് സമയത്തേക്കാണ് ഈ ഒരു കവറിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഓയിലൊന്നും വേസ്റ്റ് ആവില്ല. ഈ ഒരു ഓയിൽ കവറിനുള്ള ഓയിൽ തന്നെ നമുക്ക് ആ ഒരു ചപ്പാത്തിയുടെ മുകളിലൊക്കെ ആയി കാണും. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി ഇനിയും ഒരുപാട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും മാവ് ഇപ്പോൾ എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തിക്ക് ആവശ്യമായ മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ബ്ലെൻഡറിൽ മാവ് കുഴച്ച് കഴിഞ്ഞാൽ ആ ബ്ലെൻഡറിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാവ് കഴുകാൻ തന്നെ ഒരുപാട് സമയമാകുന്നു. ഇനി അങ്ങനെ ഒന്നുമില്ല, നിമിഷ നേരം കൊണ്ട് നമുക്ക് ആ ബ്ലെൻഡറിലുള്ള മാവൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തത്. ഏത് ഡിഷ് വാഷ് ലിക്വിഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. കൈ തൊടാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ ബ്ലെൻഡറിലുള്ള മാവൊക്കെ ഇളകി കിട്ടും. നന്നായിട്ട് കഴുകിയ പോലെ എത്ര വൃത്തിക്കാണ് നമുക്ക് ആ ഒരു മാവൊക്കെ ക്ലീനായി കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഞാൻ ഇനി നല്ല വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ട് വന്ന് നിങ്ങൾക്ക് കാണിക്കാം.
ഇതാ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ബ്ലെൻഡർ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബ്ലെൻഡറിൽ നമ്മൾ മാവ് കുഴച്ചെടുത്താലും ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ബ്ലെൻഡറും കൂടെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മളിതുപോലെ ബ്ലെൻഡറിലിട്ട് കുഴച്ചെടുത്തത് കാരണത്തിന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് ഉണ്ടാവും കേട്ടോ. അത് കാരണം തന്നെ നമുക്ക് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്തും ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടുണ്ടാകും. വേഗത്തിൽ തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഈസി ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുവാണെങ്കിൽ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മുടെ മാവ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഈസി ആയിട്ട് ചപ്പാത്തി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി ചപ്പാത്തി ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ടിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ വൈറ്റ് ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കതൊരു കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം. ഇതുപോലെ നിങ്ങൾ കെട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. അങ്ങനെ നമ്മുടെ അരി ഉപയോഗിച്ചുള്ള കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ ചപ്പാത്തി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാന് ചൂടായതുകൊണ്ട് ഞാൻ നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു അരിക്കിഴി ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ചപ്പാത്തി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്ര തുടക്കക്കാരാണ് നല്ല വീർത്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളിതുപോലെ അരി ഉപയോഗിച്ചുള്ള കിഴി കൊണ്ട് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആ ഒരു ടൈമിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. വെറും 1 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാനും നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു അരിക്കിഴി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും സങ്കടമില്ലാണ്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ അരി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി റെഡിയാവും, പണിയും തീരും. അതുകൊണ്ട് തന്നെ ഗ്യാസും സേവ് ആകും, ടൈമും സേവ് ആകും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമാവുന്ന ഒരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ അറിയില്ല എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ചപ്പാത്തി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റും. അതുമൂലം തന്നെ ഒരുപാട് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ടൈമും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എത്ര ചപ്പാത്തി വേണമെങ്കിലും നമുക്ക് നിമിഷം നേരം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതും ഓയിലിൻ്റെ ചിലവൊന്നും ഇല്ലാതെ തന്നെ. നിങ്ങൾക്കറിയാം, ഒട്ടും തന്നെ ഓയിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ മാവ് കുഴച്ച് ഓയിൽ കവറിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഓയിൽ ഉപയോഗിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓയിലും സേവ് ആകും. അതുപോലെ തന്നെ നമുക്ക് ടൈം, ഗ്യാസ് എല്ലാം നമുക്ക് ഒരുപാട് സേവ് ആവുന്ന നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.